കോടനാട് ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അശരണരായ അമ്മമാർക്കൊപ്പം ഓണാഘോഷം സംഘടിപ്പിച്ചു. ചൊവ്വാഴ്ച കോടനാട് ആനന്ദഭവനിലായിരുന്നു പരിപാടികൾ. കൂവപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് അരീക്കൽ ആഘോഷം ഉദ്ഘാടനം ചെയ്തു. അമ്മമാർക്ക് ഓണസമ്മാനങ്ങൾ കൈമാറി. അശരണരെയും സഹായം ആവശ്യമുള്ള ആളുകളെയും ചേർത്തുപിടിച്ച് വർഷങ്ങളായി ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ നിസ്വാർത്ഥമായ സജീവ സാന്നിധ്യമാണ് കോടനാട് ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റി കൂട്ടായ്മ. ആഘോഷ നാളുകളെ അർത്ഥവത്താക്കിക്കൊണ്ട് ഇക്കൊല്ലവും കോടനാട് ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റി കൂട്ടായ്മ ചെയർമാൻ ഷിബു തളിയന്റെ നേതൃത്വത്തിൽ ആനന്ദഭവനിലെ അമ്മമാർക്കൊപ്പം ഓണം ആഘോഷിച്ചു. ആഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് കോടനാട് SD കോൺവെന്റിലായിരുന്നു ഓണാഘോഷം 2K26 എന്ന പേരിൽ ശ്രദ്ധേയമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. കൂവപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് അരീക്കൽ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഇത് ലോകത്തിന് മാതൃകയായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. മാതൃകയാണ്. ഇനിയും കൂടുതൽ വളരെ മികച്ച രീതിയിലൊക്കെ ദൈവത്തിന്റെ അളവറ്റ അനുഗ്രഹം ദൈവം ഞങ്ങളെ ഈ മദേഴ്സിനും സിസ്റ്റേഴ്സിനും കൊടുക്കട്ടെ, അതിന്റെ വർക്കേഴ്സിനും കൊടുക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാവരും മനസ്സിലായോ? എല്ലാവരും നിങ്ങളെ ദൈവം കാത്ത് പരിപാലിക്കും. അതിനുള്ളവരെയാണ് ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ പഞ്ചായത്തിന് കീഴിൽ ഹൈ സ്കൂളുണ്ട്. ആ ഹൈ സ്കൂളിൽ ഞാൻ ഇത് പോകും. അവിടെ പോകുമ്പോൾ പോലെ ആളുകൾ ചെല്ലുമ്പോൾ ഒരാൾ കോൺഗ്രസ് ആണ് പോയി. പള്ളിക്കാരൻ പള്ളിക്കാരൻ അമ്പലത്തിൽ അത്ര അറിയാമോ? അത്ര കാര്യം ചോദിച്ചു കഴിഞ്ഞു. ശരി. അപ്പൊ അത്തരത്തിൽ ഒരു കാര്യങ്ങളൊക്കെ ആ സ്കൂളിൽ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമുക്കൊരു പ്രത്യേക അനുഭൂതിയാണ്, അല്ലെങ്കിൽ ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, നമുക്ക് നെഗറ്റീവ് പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് അവിടെ പോയി വരുന്നത്. കോടനാട് സെന്റ് ആന്റണീസ് ചർച്ച് വികാരി ഫാദർ കുര്യാക്കോസ് വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഞാൻ ഇതുപോലെ വന്ന ഇടവകയിൽ ഇതുപോലെ 2 സ്ഥാപനങ്ങൾ അവിടെയുണ്ട്. അപ്പച്ചന്മാരുടെ ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ അവരെ നോക്കുന്ന ഒരു സ്ഥാപനം, എൻ്റെ പ്രദേശത്തിൻ്റെ ജീവോദയ, അതുപോലെ തന്നെ അമ്മച്ചിമാരുടെ നോക്കുന്ന ഉപാസകർ, 2 സ്ഥാപനങ്ങൾ അവിടെയുണ്ട്. ഞാൻ വന്ന ഇടവകയിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. അവിടുത്തെ ആഘോഷം ഇന്നലെയായിരുന്നു. ശരിക്കും പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെയുള്ള എല്ലാ സഹോദരിമാരെയും വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുണ്ട്. എൻ്റെ നല്ല സുന്ദരിമാരാന്നിരിക്കും തന്നെ. ഞാൻ വന്ന സ്ഥലം മാറിപ്പോയതാണോ എന്ന് വിചാരിച്ചു. നമ്മൾ ഇതുപോലെ വീട്ടിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഒരുമിച്ച് കൂടുതലോ ഞാൻ പ്രതീക്ഷിച്ചല്ലല്ലോ ഇവിടെ വന്നത്. അതുകൊണ്ടാണ് വന്നപ്പോൾ തന്നെ എനിക്ക് സ്ഥലം മാറിപ്പോയത് തോന്നിപ്പോയി. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റി പ്രസിഡന്റ് ഫ്രാൻസിസ് മാണിക്കത്താൻ ആമുഖ പ്രഭാഷണം നടത്തി. കൂവപ്പടി ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ PS, SD കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ജിയ, ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റി ജോയിന്റ് സെക്രട്ടറി അനിൽ പെരിയപ്പാടൻ, ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റി സെക്രട്ടറി ലാസർ തേനൻ തുടങ്ങിയവർ പങ്കെടുത്തു. 2 കുട്ടികൾക്ക് ഓണസമ്മാനമായി പുത്തൻ ഉടുപ്പുകൾ സമ്മാനിച്ചു. കൂടാതെ SD കോൺവെന്റ് ആനന്ദഭവനിലെ അമ്മമാർക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണസമ്മാനങ്ങളും വിതരണം ചെയ്തു. വിദേശത്തെ ജോലി തിരക്കുകൾക്കിടയിലും ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റി കൂട്ടായ്മയെ സ്വന്തം കുടുംബം പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ചെയർമാൻ ഷിബു തളിയന് യോഗം പ്രത്യേകം നന്ദി അറിയിച്ചു. പ്രസിഡന്റ് ഫ്രാൻസിസ് മാണിക്കത്താൻ, സെക്രട്ടറി ലാസർ തേനൻ, ജോയിന്റ് സെക്രട്ടറി അനിൽ തുടങ്ങിയവരുടെ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായി കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഏറെ നിസ്വാർത്ഥമായ എന്നാൽ വലിയ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് അതിവിപുലമായ തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സഹായകർമ്മങ്ങളും നിർവഹിച്ചു പോരുന്ന പ്രസ്ഥാനമാണ് കോടനാട് ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റി കൂട്ടായ്മ. ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റിയുടെ പരിപാടി കണ്ടക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പൊ വിളിച്ചോടെ എല്ലാവരും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ എല്ലാവരും. പിന്നെ ഈ പരിപാടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മുടെ ശുചിച്ചായിട്ട് നമ്മുടെ ഗ്രൂപ്പിന്റെ ചെയർമാനാണ്. അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ഇതിനു വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ചെയർമാനോട് ഉണ്ട്. പിന്നെ ഇന്നലെ തൊട്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ച് നമ്മുടെ ഫാൻസിനായിട്ട് ഇവർക്കൊക്കെ ഒത്തിരി നന്ദി പറയുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.